ഭയങ്കര ബോറാണ്. ഇന്നലെ ജാവ് ഇറങ്ങിയിട്ടേ ഇല്ല. രാത്രി ഫുള്ള് അങ്ങ് തിരിഞ്ഞതോ ഇങ്ങ് തിരിഞ്ഞതോ, എങ്ങനെയെല്ലാം നേരം വെളുത്ത് വർക്കെന്നില്ല. വർക്കില്ലാത്ത എന്താ, കരണ്ടും ഇല്ല. ആയപ്പന്നെ എന്ത് ചെല്ലെങ്കിൽ മനസ്സും ശരീരം എന്തൊരു മടുപ്പ് പോലെ, ഒരു എനർജിയും ഇല്ല. അല്ലെങ്കിൽ സ്വഭാവിക്ക് കാണിച്ചെങ്കിൽ എന്താക്കുന്നത്, വേഗം നനയ്ക്കാൻ പോകുന്നു. ഇപ്പം എന്താക്കുന്നത്, വെള്ളവും ഇല്ല. ഒരു മൂഡ് ഓഫ് പോലെ, ഒരു എനർജിയും ഇല്ല. പിന്നെ കുറേ പണിയെല്ലാം ബാക്കിയുണ്ട്, ഒന്നൊക്കെ എനർജിയും ഇല്ലല്ലേ. ചൂല് പിടിച്ചിട്ട് ഓരോരുത്തർ സ്റ്റക്കാന്ന് സോഫയില് ബെഞ്ചിൽ. 12 മണിയാകുമ്പോൾ കറണ്ടും വന്ന് വോൾട്ടേജ് കൂടിയാവും. പിന്നെ മോട്ടറിന്റെ സ്വിച്ചും ശരിയില്ല, ലൂസാണ്, അമർത്തി പിടിക്കണം. എന്താന്ന് ഇന്ന് ഭയങ്കര കറണ്ടും ഇല്ല, വെള്ളമില്ല, മോട്ടറിന് സ്വിച്ചും ശരിയില്ല. പിന്നെ 12 മണിയാകുമ്പോൾ എല്ലാം സെറ്റായി. വെള്ളം എങ്ങനെയെങ്കിലും ഉറച്ച് വന്നിട്ടാകുമ്പോൾ തന്നെ എനിക്കൊരു എനർജി വന്ന് ഉന്മേഷം കൂടി. കുളിക്കാൻ ചെല്ലിട്ടുണ്ട്, മാത്രം പണിയെല്ലാം ശരിയായിട്ടല്ലേ, കുളിക്കാൻ എന്തായിട്ട് എല്ലാ പണിയും ഒതുക്കിയിട്ടാവണം. ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ ലേറ്റായി, കറണ്ട് ഒന്നും ഇല്ലല്ലേ. പിന്നെ കുറേ ലേറ്റായി, പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉപ്പ ചിക്കൻ കറി കൂട്ടുന്നില്ല, അങ്ങനെ ഉപ്പക്ക് സാമ്പാർ, നമുക്ക് ചിക്കൻ കറി. എല്ലാം കുക്കറിലിട്ട് സെറ്റാക്കി. ഫസ്റ്റ് ഞാൻ കിച്ചൺ തുടച്ച്, എന്തെങ്കിലും കുക്കിംഗ് ആക്കുമ്പോൾ എനർജി കിട്ടും. വെള്ളമില്ലാത്ത കൊണ്ട് ഭയങ്കര എന്തെല്ലാം ആയിട്ടുണ്ട് കിച്ചൺ. അല്ലെങ്കിൽ രാവിലെ കവുന്നല്ലേ, നോക്കില്ല അവസ്ഥ. ഇതെല്ലാം ആയിട്ടുണ്ട്. ഒരുക്കുമ്പോൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും തുടച്ച്, എന്നിട്ടും ബൈക്കിങ് തന്നെയുണ്ട്. ഓരോരോ ടൈമിൽ ഒരാളെ എണിക്കുന്നല്ലേ, അവസ്ഥ നോക്കില്ല. അറപ്പ് എന്തോ ആയിട്ടുണ്ട് വീട്ടിൽ കാണുമ്പോൾ. പിന്നെ ഞാൻ പയർക്കെല്ലാം വെള്ളം ഇട്ടിട്ട് ഇവിടെ വെച്ച് ഗ്യാസിൽ പണി ഒതുക്കിയിട്ട് ആ മനസ്സിക്ക് സമാധാനമാണ്. അങ്ങനെ അവിടെ സാമ്പാർക്കെല്ലാം വിസിലിട്ടോണ്ടുണ്ട്. ഈടെ മുളകെല്ലാം ഉമ്മ കല്ലിയിൽ ഇട്ടിട്ടുണ്ട്, ആട്ടുകല്ലിയിൽ. കരണ്ട് വന്ന പാട് ഉമ്മ ഇട്ട് പെട്ടെന്ന് അടറിഞ്ഞോണ്ടുണ്ട്. അതും എടുക്കാനായി സെറ്റായിക്കൊണ്ടെല്ലാം വന്ന്. പിന്നെ ഉപ്പ ചിക്കൻ കൊണ്ടുവന്നിനല്ലോ, അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം. ഇതിലെന്ത് 4 കാലുണ്ട്, ഒരു കോഴിക്ക് 4 കാലോ. അതിന് ഞാൻ വൃത്തിയാക്കി. ടൈമും ഇല്ലാഞ്ഞ് പിന്നെ എന്തെന്തോ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായി. കറണ്ട് വന്നല്ലോ, സെറ്റ് എല്ലാത്തിനും സ്ലോലി സെറ്റായിക്കൊണ്ട് വന്നു. പിന്നെ ഇടുമ്പോൾ കിടക്കക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ച്, ചിക്കനും കോഴിക്കാലും എല്ലാം. അതിനിടയിൽ ഇതും സെറ്റാക്കിയിട്ടിട്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അങ്ങനെ കറി ഉണ്ടാക്കിയിട്ടായി. അത് ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. എപ്പോഴും സെയിം ഒരേ കറിയായിട്ട് വെറുതെ ഞാൻ വീഡിയോ എടുത്തില്ല, എന്ത് കൂട്ടുന്നു. പിന്നെ കപ്പലിനെ ഇവിടെ വൃത്തിയാക്കണം. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ എനിക്കില്ലേ ഫുഡായ പാടിങ്ങനെ തോർത്തോണം. കൈക്കറി അത് കൊള്ളും ചട്ടി, എന്നാലും എനിക്ക് അപ്പം തോർത്തോണം. കുറേ ആരിങ്ങനെ അളക്കിയിട്ട് പോകുന്നല്ലേ. പിന്നെ രാവിലെ ആർക്ക് പാത്രം ഓർക്ക് പണിയാണ്, ഊർദിയിട്ട് തുടക്കുന്ന പണി എനിക്ക് അപ്പളേ എടുക്കും. ഉമ്മൻ്റെ ശീലം, ഉമ്മക്ക് അങ്ങനെ വൃത്തിയായിട്ട് കാണണം. എല്ലാ സൈഡും എടുത്ത അപ്പക്കപ്പ വെക്കണം. നമുക്ക് ഒരു അലസിയായിട്ട് ഒരു വക എന്തോ ആയിട്ട് കാണാൻ കഴിയില്ല. ഉമ്മക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനത്തെ വൃത്തിയായിട്ട് കാണണം. തിട്ടിൽ തണ്ണി പോലും ഇട്ടിട്ടിരിക്കുന്ന ഇഷ്ടമില്ല. അതേ ശീലം എനിക്കും വന്നീനി. പിന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടമില്ല. പിന്നെ കുറച്ച് ഞാൻ സഹിച്ചിട്ടല്ലേ ഇരിക്കുന്നു. പിന്നെ ഞാൻ നേരെ നനയ്ക്കാൻ പോകും. ഞാനെല്ലാം അങ്ങ് രാവിലെ അല്ല നനയ്ക്കുന്നത്. ഇന്നെന്ത് ഒരു 3 മണി ആയിനാ തോന്നുന്നു കറണ്ട് ഇല്ലാത്തത് കൊണ്ട് 6 ലേറ്റായി. പിന്നെ നനച്ചില്ലെങ്കിൽ അതൊരു കൂടുന്നില്ലേ, ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ്. ഡ്രസ്സെല്ലാം കാണുമ്പോൾ നനച്ചൊരു സമാധാനം വേറെ തന്നെ, ഒരു എനർജിയും വേറെ തന്നെ. നമ്മൾ എടുക്കുന്ന പണി എടുത്ത ഒരു സമാധാനം വേറെ തന്നെയല്ലേ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ശരീരത്തിൽ ഒരു കയ്യാത്ത പോലെ, എന്തോ പോലെയാണ്. നമ്മൾ എടുക്കുന്ന പണി നമ്മൾ എടുത്താൽ ഒരു എനർജി വേറെ തന്നെയല്ലേ. നമുക്ക് മടുപ്പും തോന്നും, മിണ്ടാതിരിക്കെല്ലാം തോന്നും. പക്ഷെ നമുക്ക് മിണ്ടാതിരുന്നിട്ടാകുമ്പോൾ നമുക്ക് ആരെ കയ്യാത്ത ഒരു ഫീല് വരും. നമ്മുടെ ശരീരത്തിൽ എന്തോ പോലെ, എന്തോ പിടിച്ചിട്ടുണ്ടാവാലോ. പണിയെടുത്താൽ നമുക്ക് മനസ്സിൽ ഒരു സമാധാനം വേറെ. ഞാൻ പെട്ടെന്ന് കയറ്റ് വന്നിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്ത, എന്താ വെച്ചാൽ കുറേ ലേറ്റ് ആയിനല്ലേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഓർക്ക് ഞാൻ പെട്ടെന്ന് ഫുഡ് കൊടുത്ത്. ചിക്കൻ ഫ്രൈ ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓറ് ചോറും പിന്നെ കുളിക്കുന്ന മുന്നേ ഓർക്ക് ചോറും കൊടുത്ത്. കുറേ ലേറ്റ് ആയല്ലേ. പിന്നെ ഞാനും വെയിച്ചിട്ട് എന്നെ കുളിക്കാൻ പോയി. ഇപ്പോൾ സമയം ഒരു 3:30 മണിയായിട്ടുണ്ടാവും. അത് ഓറ് നിസ്കരിച്ചിട്ടായിട്ട് ജസ്റ്റ് പുറത്ത് പോകാനുണ്ട്. പെരുന്നാളല്ലേ വരുന്നത്. ഡ്രസ്സ് ലൂസ്, അത് നേരെ ഷേപ്പാക്കാൻ ടൈറ്റാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇത് മാത്രം. പിന്നെ ഓള് ഏടക്ക് പുറത്ത് പോകുന്നെങ്കിൽ കണ്ണാടിന് മുന്നിൽ റെഡിയായിട്ട് എത്ര നേരം നിൽക്കുന്നേ, എത്ര ഞങ്ങൾക്ക് മതിയാവുന്നില്ല. എന്നിട്ട് ഞാൻ മതി നീ ഫസ്റ്റിന്ന്. എന്നിട്ട് ഓളാടെ തന്നെ നിൽക്കുന്നു കുറേ. 2 എപ്പോഴും മിറർക്ക് പിണങ്ങും. ഞാൻ ഫസ്റ്റ് ഓൾക്ക് പിന്നെ എത്ര നേരം നിന്ന് ഓൾക്ക് മതിയാവുന്നേ ഇല്ല.
ഞങ്ങൾ രണ്ടാളെ എപ്പോഴും പിണങ്ങും. ഞാൻ വിചാരിച്ചു അടുത്തത് ഈ ഗേളായിരുന്നു ഉണ്ടെങ്കിൽ എന്താ പറ്റി റബ്ബേ, 3 ആൾ പിണങ്ങിക്കൊണ്ടിരിക്കട്ടെ മിറർക്ക് വേണ്ടി. അച്ചു പോയല്ലേ, അതൊരു സമാധാനമായി. അല്ലെങ്കിൽ നമ്മൾ 3 ആൾ പിണങ്ങിക്കൊണ്ടിരിക്കട്ടെ മിറർക്ക് വേണ്ടി. അങ്ങനെ ടൈലറിൻ്റെ അടുക്ക് എത്തിയാ നടന്നിട്ട് വരുന്ന വഴി തന്നെ നമ്മൾ പറഞ്ഞ റിക്ഷയിൽ വന്ന്. പിന്നെ റിക്ഷയിൽ ഞങ്ങൾക്ക് പോകാനുണ്ട്, നമ്മൾ ഒക്കെ തന്നെ പോവാം. അങ്ങനെ ഒക്കെ തന്നെ വന്ന് പിന്നെ ആ വഴി കാണിക്കുന്നത് അതിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിലങ്ങ് വന്ന് ആ വഴിയിൽ വന്നത്. അതിൽ നടുക്കനാണ്, ഇതിൽ നടുക്കാൻ ഭയങ്കര ലോങ്ങാണ്. ഇപ്പുറത്തിൽ വന്ന് അങ്ങനെ ഓട്ടോയിൽ വന്ന് എന്നിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം സ്റ്റിച്ചാക്കി നമ്മൾ തിരിച്ചിട്ട് പോയി. താഴെ തന്നെ ചായൻ്റെ ഇതുണ്ട്, ചായ കുടിക്കുന്നതല്ലോ. എന്നിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സ് എല്ലാം എടുത്ത്, സ്നാക്സും പിന്നെ മിൽക്കും എടുത്തോണ്ട് നമ്മൾ വന്ന്. നടന്നുകൊണ്ടേ വന്ന്. ഇപ്പോൾ വഴി കാണിച്ചിട്ട് മീത്ത അതിൽ നടന്നിട്ട് നമ്മൾ വന്ന്. എന്നിട്ട് ഉപ്പാടിയിട്ട് ഡ്രസ്സ് ഉണങ്ങിയിട്ട ഉച്ചയ്ക്ക് ശേഷമല്ലേ കഴിയത്. പിന്നെ മൂടായിട്ടുണ്ടല്ലേ, ഭയങ്കര ഉണങ്ങിയിട്ട. പിന്നെ ഞാൻ എടുത്ത് കാറ്റെല്ലാം വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഡ്രസ്സ്. ഞാൻ മിററിൻ്റെ കാര്യം പറഞ്ഞിട്ടേ, മിറർ കാര്യം വരുമ്പോൾ എനിക്ക് ഓർമ്മയായി പെട്ടെന്ന്. നമ്മൾ സിസ്റ്ററും അങ്ങനെ, ഞങ്ങൾക്ക് ഒരു ദീദിയും 2 സിസ്റ്ററാണ്. നമ്മളിങ്ങനെ മിറർക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് അങ്ങനെ ആക്കിക്കോണം. അത് പെട്ടെന്ന് ഒരു മജ്ജ ഇല്ലല്ലേ. എന്നാലും നമ്മയില്ലേ ഒക്കത്താകുമ്പോൾ അങ്ങനെ ആക്കാനുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഒരു റൂമിൽ പോയിട്ട്. ഇപ്പം എല്ലാവർക്കും ഒരു ബെഡ്റൂം ഒരു മിററും അതൊരു ഇതില്ലേ. എന്നാലും നമ്മൾ പോയെങ്കിലേ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു റൂമിൽ നിന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒക്കെ തോരങ്ങിയിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാനേ. പിന്നെ ഞാൻ ചൂട് ചായ കുടിച്ചിട്ട് ആ മനസ്സിൽ റിലാക്സ് ആയി. ബേജാറും മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷത്തോടെ മാറിക്കിടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക്